രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അദ്ധ്യായം 3. യെഹൂദാ രാജാവായ യെഹോശാഫാത്തിന്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ആഹാബിന്റെ മകനായ യെഹോരാം ശമര്യയിൽ യിസ്രായേലിന് രാജാവായി. അവൻ 12 സംവത്സരം വാണു. തന്റെ അപ്പനെയും അമ്മയെയും പോലെ തിന്മ പ്രവർത്തിച്ചില്ലെങ്കിലും അവനും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തന്റെ അപ്പൻ ഉണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു. എങ്കിലും യിസ്രായേലിനെക്കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളിൽനിന്ന് വിട്ടുമാറാതെ അവയിൽ തുടർന്ന്. മോവാബ് രാജാവായ മേശെക്ക് നിരവധി ആട്ടിൻകൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവൻ യിസ്രായേൽ രാജാവിന് 1,00,000 കുഞ്ഞാടുകളെയും 1,00,000 ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്ത് വന്നിരുന്നു. എന്നാൽ ആഹാബ് മരിച്ചശേഷം മോവാബ് രാജാവ് യിസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. ആ കാലത്ത് യെഹോരാം രാജാവ് ശമര്യയിൽ നിന്ന് പുറപ്പെട്ട് യിസ്രായേൽ ജനത്തിന്റെ എണ്ണം എടുത്തു. പിന്നെ അവൻ, മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു. മോവാബ്യരോട് യുദ്ധത്തിന് നീ എന്നോടൊപ്പം പോരുമോ എന്ന് യെഹൂദാ രാജാവായ യെഹോശാഫാത്തിനോട് ആളയച്ച് ചോദിച്ചു. അതിന് അവൻ, ഞാൻ പോരാം. നീയും ഞാനും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. നാം ഏതു വഴിക്ക് പോകണം എന്ന് അവൻ ചോദിച്ചതിന്, ഏദോം മരുഭൂമി വഴിയായി തന്നെ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യിസ്രായേൽ രാജാവ് യെഹൂദാ രാജാവിനോടും ഏദോം രാജാവിനോടും ഒപ്പം പുറപ്പെട്ടു. അവർ 7 ദിവസം ചുറ്റിത്തിരിഞ്ഞ ശേഷം സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. അപ്പോൾ യിസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചുവരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏല്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. എന്നാൽ യെഹോശാഫാത്ത്, നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കുവാൻ ഇവിടെ യഹോവയുടെ പ്രവാചകനായി ആരുമില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ യിസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുവൻ, ഏലീയാവിന് ശുശ്രൂഷ ചെയ്തിരുന്ന ശാഫാത്തിന്റെ മകൻ എലീശാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ അരുളപ്പാട് ഉള്ളവൻ എന്ന് യെഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ യിസ്രായേൽ രാജാവും യെഹോശാഫാത്തും ഏദോം രാജാവും ഒരുമിച്ച് അവന്റെ അടുക്കൽ ചെന്നു. എലീശാ യിസ്രായേൽ രാജാവിനോട്, എന്റെ അടുക്കൽ വരുവാൻ നിനക്കെന്ത് കാര്യം? നീ നിന്റെ അപ്പന്റെയും അമ്മയുടെയും പ്രവാചകന്മാരുടെ അടുക്കൽ ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് യിസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മോവാബ്യരുടെ കയ്യിൽ ഏല്പിക്കുവാൻ യഹോവ അവരെ വിളിച്ചുവരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലീശാ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ യെഹൂദാ രാജാവായ യെഹോശാഫാത്ത് നിന്നോടൊപ്പം ഇല്ലായിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ ശ്രദ്ധിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണവാദ്യക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. വീണവാദ്യക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ എലീശയുടെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റും മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും വാഹനമൃഗങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളംകൊണ്ട് നിറയും. ഇത് യഹോവയ്ക്ക് നിസ്സാര കാര്യം അത്രേ. കൂടാതെ അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏല്പിച്ചുതരും. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠനഗരങ്ങളും ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കയും നീരുറവുകളെല്ലാം അടച്ചുകളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ല് വാരിയിട്ട് നശിപ്പിക്കുകയും ചെയ്യും. പിറ്റേന്ന് രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം പെട്ടെന്ന് ഏദോം വഴിയായി വരികയും ദേശം വെള്ളംകൊണ്ട് നിറഞ്ഞു. എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് മോവാബ്യർ കേട്ടപ്പോൾ അവർ ആയുധം എടുക്കുവാൻ പ്രായമായ എല്ലാവരെയും വിളിച്ചുകൂട്ടി ദേശത്തിന്റെ അതിർത്തിയിൽ ചെന്നുനിന്നു. രാവിലെ അവർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ സൂര്യപ്രകാശത്താൽ അവരുടെ മുമ്പിലുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. അത് രക്തമാകുന്നു. ആ രാജാക്കന്മാർ തമ്മിൽ പൊരുതി നശിച്ചിരിക്കുന്നു. ആകയാൽ മോവാബ്യരെ കൊള്ളയിടുവാൻ വരുവീൻ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ യിസ്രായേൽ പാളയത്തിൽ എത്തിയപ്പോൾ യിസ്രായേല്യർ മോവാബ്യരെ തോല്പിച്ച് ഓടിച്ചു. അവർ മോവാബ്യദേശത്ത് കടന്ന് മോവാബ്യരിൽ അനേകം പേരെ കൊന്നുകളഞ്ഞു. അവർ പട്ടണങ്ങൾ ഇടിച്ചുകളഞ്ഞു. നല്ല നിലമെല്ലാം കല്ലുകൾ ഇട്ട് നശിപ്പിച്ചു. നീരുറവുകൾ അടച്ചുകളഞ്ഞു. നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു. കിർഹരേശത്ത് പട്ടണം മാത്രം അവർ കല്ലുകൾ ഇട്ട് നശിപ്പിച്ചില്ല. എന്നാൽ കവിണക്കാർ അതിനെ വളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. മോവാബ് രാജാവ് യുദ്ധം അതികഠിനമായി എന്ന് കണ്ടപ്പോൾ ഏദോം രാജാവിനെ അണിമുറിച്ചാക്രമിക്കേണ്ടതിന് 700 ആയുധധാരികളെ കൂട്ടിക്കൊണ്ട് ചെന്നു. എങ്കിലും അവൻ അതിൽ വിജയിച്ചില്ല. ആകയാൽ അവൻ തന്റെ ശേഷം വാഴുവാനുള്ള ആദ്യജാതനെ മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു.
അപ്പോൾ യിസ്രായേല്യർക്ക് നേരെ മോവാബ്യരുടെ മഹാകോപം ജ്വലിച്ചതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോന്നു.